ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശുദ്ധമായ പച്ചക്കറി കഴിക്കുന്നതിനാണ് നമ്മൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ എന്തെങ്കിലും കുറച്ചാണെങ്കിലും ഒക്കെ പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ മെയ് മാസം എത്താറായി. മെയ് മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ചൂടും വെയിലും കിട്ടാറുണ്ട്, ചിലപ്പോഴൊക്കെ മഴയും കിട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഏതൊക്കെ പച്ചക്കറികൾ നട്ടുവളർത്തണമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് തക്കാളി നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. കൂടുതൽ ചൂട് വരുന്ന അവസരത്തിലും കൂടുതൽ തണുപ്പ് വരുന്ന അവസരത്തിലും തക്കാളിയുടെ പൂവുകളിൽ പോളിനേഷൻ നടക്കാത്തത് കൊണ്ട് കായ പിടിക്കത്തില്ല. അപ്പോൾ എനിക്ക് ഈ അടുത്ത കുറേ ദിവസങ്ങളിലായി വരുന്ന കമൻറ്റുകളിൽ ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് തക്കാളിയിലും മുളകിലും ഇഷ്ടം പോലെ പൂക്കൾ വരുന്നുണ്ട്, പക്ഷെ അവർ കായ്കളാകുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കൂടിയ ചൂട് തന്നെയാണ് കാരണം. തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും നന്നായിട്ട് മുളകും തക്കാളിയും ഒക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോട്ടയം പോലെയുള്ള അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിലെല്ലാം പൂക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിനകത്തെ പോളൻസ് ഉണങ്ങിപ്പോകുന്നതാണ്. പോളിനേഷൻ നടക്കാതെ പോവുകയും കായ്കളായി മാറാതിരിക്കുകയും പൂക്കൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതിൻ്റെ കാരണം. എന്നാൽ ഇനി വരാൻ പോകുന്നൊരു സമയം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മെയ് മാസത്തിൽ വിത്തുകൾ പാകി വെച്ച് അല്ലെങ്കിൽ തൈകൾ നട്ട് കഴിഞ്ഞാൽ ഒരു മെയ് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ജൂൺ ആദ്യത്തോടു കൂടിയാണ് പൂവിട്ട് തുടങ്ങുകയും കായ് പിടിച്ച് തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം നല്ല അവസരമാണ് തക്കാളിക്ക്. അതുകൊണ്ട് ഒരാളും ഈ സമയം വേസ്റ്റാക്കരുത്, തക്കാളിയുടെ തൈകൾ നട്ടുപിടിപ്പിക്കണം. ഞാൻ ഇതേപോലെ പാകി കിളിപ്പിച്ചിരിക്കുന്ന തക്കാളിയുടെ തൈകളാണ് നടുന്നത്. അപ്പം ഞാൻ ഈ ചട്ടിയിലേക്കാണ് നടാൻ പോകുന്നത്. അപ്പം നമ്മൾ കുറച്ച് മണ്ണൊന്ന് ഇളക്കിയിട്ട് അപ്പോൾ കുറച്ച് ഞാൻ നോക്കട്ടെ, ഒരു 3 അല്ലെങ്കിൽ 4 തൈകൾ ഇതിനകത്ത് വെക്കാൻ പറ്റും. 4 വശങ്ങളിലായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇവിടേക്ക് ഞാനിതുപോലെ ഒരു 2 എണ്ണം വെക്കുവാണേ. 2 എണ്ണം വെച്ചു. പിന്നെ ഈ ഭാഗത്തൊരു 2 എണ്ണം. അപ്പം 3 ചുവടായിട്ട് നമുക്കങ്ങ് വെക്കാം. അപ്പോൾ ഇവിടെ ഒരു 2 എണ്ണം വെച്ചു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പഴച്ചെടികളുടെയൊക്കെ നല്ലൊരു തണൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മൾ തക്കാളിയും മുളകും ഒക്കെ വെച്ച് പിടിപ്പിക്കുമ്പം അവർക്കൊരു ചെറിയ തണൽ കിട്ടുന്ന സ്ഥലമാണ് എപ്പോഴും വളരാനായിട്ട് നല്ലത്. ഇനി ഞാൻ നടുന്നത് വെണ്ടയുടെ വിത്തുകളാണേ. ഈ വെണ്ടയുടെ വിത്തുകളാണ് ഞാൻ നടാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വെണ്ടയുടെ വിത്തുകൾ ഒരു 12 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നടുന്നതാണ് നല്ലത്. ഇന്നലെ സന്ധ്യയ്ക്ക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വിത്തുകളാണ്. അപ്പം നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കുതിർത്തിയതിന് ശേഷമാണ് നടുന്നതെങ്കിൽ വളരെ വേഗത്തിൽ, ഏതായാലും ഒരു കൂടിപ്പോയാൽ ഒരാഴ്ച അതിനുള്ളിൽ തന്നെ വെണ്ടയുടെ വിത്തുകൾ മുളച്ചു കിട്ടും. വെണ്ട പിന്നെ നന്നായിട്ട് നനച്ചു കൊടുത്താൽ നല്ലതുപോലെ, അടിവളം ചേർത്ത മണ്ണായിരിക്കണം, പിന്നെ നനച്ചു കൊടുത്താൽ മതി, നന്നായിട്ട് അവർ വളർന്നു കയറും. അതുപോലെ ഒരു 40-45 ദിവസത്തിനുള്ളിൽ തന്നെ പൂവിട്ട് കായ്കളാകാനായിട്ട് തുടങ്ങുകയും ചെയ്യും വെണ്ട. അങ്ങനെ നമുക്കൊരു 3 മാസക്കാലം വരെ തുടർച്ചയായിട്ട് കായ്കൾ തരാൻ ഒരു വെണ്ടച്ചെടിക്ക് സാധിക്കും. ഈ പാത്രത്തിലെ മണ്ണിലേക്ക് ഞാൻ ഈ വെണ്ട വിത്തുകൾ നേരിട്ട് പാകുവാണേ. അപ്പം ഇതുപോലൊരു ശകലം മണ്ണിളക്കിയിട്ട്, വെണ്ടയുടെയൊക്കെ വിത്തുകൾ ചെറിയ വിത്തുകളല്ലേ, അങ്ങ് കണ്ടമാനം മണ്ണിലേക്ക് താഴ്ന്നു പോകണ്ട. അപ്പോൾ ചെറുതായിട്ടൊന്ന് മണ്ണിളക്കിയിട്ട് അവിടോട്ട് നമ്മൾ ഈ വെണ്ട വിത്തുകളെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ 2 എണ്ണം വെച്ചിട്ട് ഇടുന്നുണ്ടേ. അപ്പം ചിലപ്പോൾ കിളുക്കാതെയൊക്കെ ഇരിക്കും, ഈ ചൂടുകാലമൊക്കെ അല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്ന് മാറ്റിയൊക്കെ നട്ടു കൊടുക്കണം. നല്ല ക്ഷമ വേണ്ടുന്ന ഒരു പരിപാടിയാണ് കൃഷി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിട്ട വിത്തുകളെല്ലാം കിളുത്തേ പറ്റൂ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ കണ്ടോ, ഈ വെണ്ടയുടെ വിത്തുകളൊക്കെ ഇത് ഒക്കെ കണ്ടോ, ഇത് മുളച്ചു വന്നിരിക്കുന്നതാണ്. അതുപോലെ വെണ്ടയ്ക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ നനയും വേണം, അതുപോലെ നല്ലതുപോലെ പുതയിട്ട് കൊടുക്കുകയും ചെയ്യണം മണ്ണിൽ. ഞാനിപ്പോൾ വെണ്ട വിത്ത് നടാൻ വന്നപ്പോൾ ഇത് നമ്മുടെ തണ്ണിമത്തനാണേ. ഇത് കണ്ടോ, മുട്ട ആയി വരുന്നുള്ളൂ. ഇതുപോലെ കായ്ക്കിൻ്റെ മുകളിൽ കണ്ടോ പൂവിൻ്റെ മുട്ട് നിൽക്കുന്നതാണ്. വിരിഞ്ഞ് കഴിയുമ്പോൾ പോളിനേഷൻ നടന്നാൽ അത് നല്ല കായായിട്ട് മാറും. അപ്പോൾ ഇതുപോലെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ നല്ലോണം കായുള്ള പൂവുകളും മുട്ടുകളും ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതും അതുപോലെ ഒരു തണ്ണിമത്തൻ്റെ കായാകാവുന്ന ഒരു പൂവാണേ. ഇതുണ്ട്, ചെറിയൊരു കായും അതിനറ്റത്തൊരു പൂവും. അപ്പം നമുക്കിതിനൊന്ന് പോളിനേഷൻ നടത്തി കൊടുത്തേക്കാം. ചിലപ്പോൾ അതിനകത്ത് നടന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ നമ്മളത് നോക്കണ്ട. നമ്മളുടെ ഒരു വിശ്വാസത്തിന് അതങ്ങ് ചെയ്തു കൊടുക്കുവാണെങ്കിൽ പോളിനേഷൻ ഉറപ്പായി നടന്നു എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇതൊരു ആൺപൂവാണ്. ആൺപൂവിൻ്റെ താഴെ ഇതുപോലത്തെ കായകൾ ഉണ്ടായിരിക്കത്തില്ല കേട്ടോ. അതൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ആ പൂമ്പൊടി ഒന്ന് ഉരസി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായി ഇതിനകത്ത് പോളിനേഷൻ നടക്കും. തക്കാളി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സമയത്ത് മെയ് മാസത്തിൽ പാകി വെക്കേണ്ടുന്ന ഒന്നാണ്
മുളകിന് ഈ ചൂട് കാലം എന്ന് പറയുന്നതും തീരെ മഞ്ഞ് കാലം എന്ന് പറയുന്നതും പറ്റത്തില്ല. അപ്പോൾ അതല്ലാത്തൊരു സമയമാണ് ഈ മെയ് മാസത്തിൽ പാകി വെച്ചാൽ മുളച്ച് കിട്ടുന്നത്. ഇത് ദേ ബജിമുളകാണേ. അപ്പം ഞാൻ ദേ ബജിമുളകിൻ്റെ വിത്തുകൾ ഒന്ന് പാകി വെക്കാം. അപ്പോൾ ബജിമുളകെന്ന് പറഞ്ഞാൽ നമുക്ക് ബജി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, എരിവ് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയും വിത്തുകൾ ഇതിനകത്തുള്ളേ. ഞാൻ കുതിർക്കുന്നു ഒന്നുമില്ല, ദേ ഇതിനകത്തേക്ക് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണേ. ഇനി നമ്മൾ ദേ ഈ വിത്തിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചകിരിച്ചോറ് അല്ലെങ്കിൽ ചിലരും കോട്ടിംഗ് മിക്സൊക്കെ ഇടാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കാരണം ഇത് തീരെ കനം കുറഞ്ഞ വിത്തുകളല്ലേ. ഇങ്ങനെ നമ്മൾ മണ്ണിട്ട് മൂടിയിട്ട് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. കണ്ടോ എത്ര ശക്തി കുറച്ച് ചെയ്തിട്ടും ഈ വിത്തുകൾ മുകളിലേക്ക് വരുന്നത് കണ്ടോ. ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് നമ്മൾ പതുക്കെ ഒന്ന് മൂടിയിട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പം ഞാൻ ഇതേപോലെ കുറച്ചും കൂടെ ഇട്ടിട്ട് കണ്ടോ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചാൽ ഇവരങ്ങ് കിളുത്ത് വന്നോളും. ഇതേപോലെ നമ്മൾ നേരത്തെ പാകി വെച്ചിരിക്കുന്ന മുളകിൻ്റെ തൈകളാണ്. ഈ പാകം എത്തിക്കഴിയുമ്പം നമുക്കിതിനെ മാറ്റി നടാം. കണ്ടോ ഒരു 2-3 ഇല ആയിട്ടുണ്ട്. അപ്പം മാറ്റി നടുന്നത് എപ്പോഴും ഈ ചൂട് കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി നടൽ എപ്പോഴും വൈകുന്നേരങ്ങളിൽ മാത്രമേ ചെയ്യാവൂ. ഇത് കണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടുപിടിപ്പിച്ചിരുന്ന മുളകാണേ. ഈ മത്തേലയുടെയൊക്കെ തണലിലായതുകൊണ്ട് കണ്ടോ ഒരു കുഴപ്പവും ഇല്ലാതെ അവർ കിളുത്ത് കയറി വരുവാണ്. അപ്പം നമ്മളിത് ഇതിന് കുറച്ച് സ്യൂഡോമോണാസ് കലക്കിയത് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഇലകളിലൊക്കെ വീഴത്തക്ക രീതിയിൽ ഇടാം. അപ്പോൾ ഇവിടെ ആകുമ്പം ചെറിയ തണലുള്ളത് കൊണ്ടാണ് മുളകിന് വലിയ കുഴപ്പമില്ലാതെ കയറി വരുന്നത്. ഇത് അതുപോലെ തന്നെ ഒരു മുളകാണേ. കണ്ടോ നല്ലോണം കായ്കളൊക്കെ ആയി പിടിച്ചു വരുന്നുണ്ട്. ഇത് പൂക്കൾ അങ്ങനെ കൊഴിഞ്ഞു പോകുന്നില്ല. ഇതിന് ചെറിയൊരു തണൽ കിട്ടുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇതിവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ കായ്കൾ ഇങ്ങനെ കൊഴിയാതെ നല്ല ഭംഗിയായിട്ട് ഉണ്ടായി കിട്ടിയിരിക്കുന്നത്. ഈ സമയത്ത് നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് വഴുതന. ഇത് വഴുതനയുടെ അരി ഞാൻ വെറുതെ പറിച്ച് ഇട്ടിട്ട്, ഇത് വെറും ചകിരിച്ചോറാണേ. ചകിരിച്ചോറിനകത്തോട്ട് വിത്തുകൾ പാകിയിട്ട് വെറുതെ ചകിരിച്ചോറിട്ട് തന്നെ മൂടി വെള്ളം തളിച്ച് വെച്ചിരുന്നതാണ്. കണ്ടോ മിക്കവാറും എല്ലാം തന്നെ കിളുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന്നൊരു 2-4 എണ്ണം ശരിക്കുള്ള ആരോഗ്യത്തോടെ കിട്ടിയാൽ മതി. അതുപോലെ ദേ ഇത് വഴുതനയുടെ തൈകളാണ്. ദേ ഇത് കണ്ടോ ഇത്രയും ആയപ്പോൾ തന്നെ പൂവൊക്കെ കുത്തി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ ഈ വഴുതനയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ വാട്ടമാണേ. അപ്പോൾ ഈ വഴുതനയ്ക്ക് ബാക്ടീരിയൽ വാട്ടം വരാതിരിക്കാൻ നല്ലൊരു പരിധി വരെ 100% ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ സ്യൂഡോമോണാസ് കലക്കി ഒരു 10-15 ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ ഇലയെ തൊട്ട് ചുവടിൽ വീഴത്തക്ക രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു രീതി. ഇനി വാട്ടരോഗം ബാധിച്ചു തുടങ്ങിയാൽ നമ്മൾ സ്യൂഡോമോണാസ് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോഴാണെങ്കിൽ എങ്ങാനും രക്ഷപ്പെട്ട് കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അപ്പം പിടിക്കാതിരിക്കുക, ഈ വാട്ടരോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നോക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഈ ചെടിയിലോട്ടും കുറച്ച് ഒഴിച്ചു കൊടുത്തു. അതുപോലെ ഇതേലോട്ടും കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇതൊരു വെറൈറ്റി വഴുതനയാണേ. കണ്ടോ നീലയും വെള്ളയും കൂടെ ചേരുന്നതാണ്. കണ്ടോ ഈ രീതിയിലുണ്ടാകുന്നത്. ഇത് നന്നായിട്ട് കായ്പിടുത്തമുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടോ ഇത് ഇലകളിലൊക്കെ കണ്ട ചെറിയ മുള്ളുള്ള ടൈപ്പ്. അപ്പോൾ ഇങ്ങനെ ഇലയിൽ മുള്ളുകൾ വരുന്നത് സാധാരണ കത്രിക്കയുടെ ഇനത്തിൽ പെട്ട വഴുതനകളാണ്. ഇപ്പം വളർന്ന് കാ പിടിക്കാറായിട്ടുള്ള വെണ്ടകളാണ് ഇതൊക്കെ. ഇതേ പൂമൊട്ടുകളാണ് വരുന്നത്. ഇതേ കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേന്ന് വിളവെടുത്തതാണ്. അതേപോലെ തന്നെയാണ് ഈ വെണ്ടയും. കണ്ടോ അതുപോലെ ഈ വെണ്ട ഇതിൽ പൂമൊട്ടുകളായി വരുന്നതേ ഉള്ളൂ. അതുപോലെ ഇങ്ങനെ നമ്മൾ ഒരേ സമയം ഒരു 4-5 വെണ്ടയുണ്ടെങ്കിൽ നമുക്കൊരു പ്രാവശ്യം പറിക്കുമ്പം ഒരു 5-6 എണ്ണം എല്ലാത്തേന്നും. ഈ വെണ്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കായ്കൾ മൂത്തു പോകാതെ പറ്റുമെങ്കിൽ ഒരു 1-2 ദിവസം തന്നെ വിളവെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ വെണ്ടയിലുള്ള 3-4 എണ്ണം നമുക്കങ്ങ് മുറിച്ചെടുത്തേക്കാം. അപ്പോൾ ഈ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ കറിയൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്. മപ്പാസ് പോലെയുള്ള കറിയൊക്കെ വെക്കുവാണെങ്കിൽ വെണ്ട കൊണ്ട് നമുക്ക് നല്ല കറിയാണ്. കണ്ടോ ഇപ്പോൾ ഈ 2 എണ്ണത്തേന്ന് 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഇവിടെ വെക്കാം. ഈ വെണ്ടച്ചെടിയിലും ഇതിൽ ഒരെണ്ണം ഉണ്ട്. അതുപോലെ അപ്പുറത്തൊരു വെണ്ടയുണ്ട്, അതിൽ നിന്നും കൂടെ നമുക്ക് ഒരെണ്ണം പറിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഇതങ്ങോട്ട് പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പൂവൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ നോക്കിക്കോണേ, ഇവിടെ വെച്ചിട്ട് ഇതിനെ മുറിച്ച് കളയുവാണേ. അപ്പോൾ ഇവിടുന്ന് ശേഖരം വന്നിട്ട് ഇതേപോലെ ചെറിയ ശേഖരങ്ങൾ വന്നിട്ട് അതേ കായ്കൾ ഉണ്ടായിക്കോളൂ. ഇത് നമുക്ക് മുറിച്ച് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോട്ട് പുതയായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുറിച്ച് കളയാൻ ഒരു സങ്കടവും വരേണ്ട കാര്യമില്ല. പക്ഷേ കൃഷി ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മുറിച്ച് കളയാൻ നമുക്ക് തോന്നത്തില്ല. ഇപ്പോൾ 2-3 എണ്ണം കിട്ടി. അതുപോലെ ഈ സമയത്ത് പാകി വെക്കാൻ പറ്റിയതാണ് വെള്ളരിയും അതുപോലെ സാലഡ് കുക്കുംബറും. ഇത് നമ്മുടെ കറി വെക്കുന്ന വെള്ളരി തന്നെയാണ്.
3-4 എണ്ണം ഒരുമിച്ചാണ് കിളിർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ 4 വള്ളിയിലോട്ട് കെട്ടിക്കൊടുത്താൽ മതി. അതുപോലെ മണ്ണ് ചുവട്ടിൽ കൂട്ടി അതുപോലെ നല്ലതായിട്ട് വളവും ഇട്ട് കൊടുത്താൽ ഇത് 4 ഭാഗത്തേക്കും വളർന്നു കയറി കായ്കളുണ്ടാകും. അതുപോലെ ഇതൊരു സാലഡ് കുക്കുംബറിൻ്റെ തൈയാണേ. സാലഡ് കുക്കുംബറിൻ്റെ തൈ വരുമ്പം എപ്പോഴും ഈ സൈഡിലേക്ക് വരുന്ന സക്കറുകളെ മുറിച്ചു മാറ്റുന്നതാണ് നല്ലത്. ഇത് കണ്ടോ, ഇപ്പം തന്നെ കായുള്ള പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാ തണ്ടിൻ്റെയും ചുവട്ടിൽ, ഇലകളുടെ ചുവട്ടിൽ നിന്ന് വരും. അപ്പോൾ ഇതേപോലെ വരുന്ന സാധനം നമ്മളങ്ങ് മുറിച്ച് കളഞ്ഞേക്കണം. സാലഡ് കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ചെടിക്ക് നല്ല പുഴുക്കേടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളിതിന് ആ പുഴുക്കേട് മാറ്റാനൊരു മരുന്ന് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സാലഡ് കുക്കുംബർ എന്ന് പറഞ്ഞാൽ നല്ലോണം ജലാംശം ഉള്ളതാണ്. ജലാംശമുള്ള പച്ചക്കറി ആയതുകൊണ്ട് തന്നെ നല്ല പോലെ ചുവട്ടിലും നമ്മൾ വെള്ളം കൊടുക്കണം. നമുക്കിതേ വേറൊരെണ്ണം കുക്കുംബറുണ്ട്. ഇതുണ്ടോ, അർമേനിയൻ കുക്കുംബർ കണ്ടോ, ഇങ്ങനെ നീളത്തിലുണ്ടാകും. ഇതും നല്ല രുചിയുള്ളത് തന്നെയാണ്. ഇതിങ്ങനെ മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സാലഡിനകത്തൊക്കെ ഇട്ടിട്ടോ, സാലഡൊന്നും വേണമെന്നില്ല, ചുമ്മാതെയും ഒക്കെ നമുക്ക് തിന്നാം. നല്ലൊരു കുക്കുംബറാണിത്. മെയ് മാസത്തിൽ പാകി വയ്ക്കേണ്ടുന്ന അല്ലെങ്കിൽ നട്ട് വളർത്തേണ്ടുന്നതാണ്. നട്ട് വളർത്താൻ പറ്റുന്നവയാണ് പാവൽ, പടവലം, മത്ത, കുമ്പളം, അതുപോലെ ചുരയ്ക്ക, പീച്ചിൽ പോലെയുള്ളവ ഒക്കെ. കഴിഞ്ഞ ദിവസം പടവല കൃഷിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പാകി വെച്ചിരുന്ന 3 വിത്തുകളാണ്. ആ 3 വിത്തും ഒരുപോലെ നന്നായി കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ വെളുത്ത നിറം കണ്ടോ, ഞാൻ സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ചിരിക്കുന്നതാണ്. ഇനി ഇതിന് നമുക്ക് സമയാസമയങ്ങളിൽ വളം ചെയ്താൽ മതി. നല്ലവണ്ണം ഇവർ വളർന്നു കയറിക്കോളും. നമ്മുടെ പടവലങ്ങ വരുന്ന വരവ് കണ്ടോ, വളഞ്ഞു പൊളഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഉടക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ കല്ല് ഇങ്ങോട്ട് വെച്ചിട്ട് അതിനെ ഒന്ന് മുറുക്കിയിട്ടാൽ മതി. അവിടെ കിടന്നോളും. പടവലങ്ങ നീണ്ട് തന്നെ വരികയും ചെയ്യും. പീച്ചിൽ വളരുന്ന കണ്ടോ, ഈ പീച്ചിലിന് ഇതുപോലെ കവറിട്ട് കൊടുത്തില്ല. കായ്ച്ചയുടെ ശല്യമൊക്കെ ഉണ്ട്. പക്ഷേ കവറിട്ട് കൊടുത്താൽ അവരിങ്ങനെ വലുതാകുന്നതിനനുസരിച്ച് അതിനെ പൊട്ടിച്ചു കളയും. അപ്പം ഇവിടെ ഒരു ചുവട് പീച്ചിലാണ് ഈ കയറി വരുന്നത് കണ്ടോ. അതിൽ നിന്ന് പടർന്നുണ്ടായിരിക്കുന്നതാണ് ഇത്. പിന്നെ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ സൈഡിലോട്ടും ഒക്കെ കാ പിടിച്ച് വരുന്നുണ്ട്. പിന്നെ ഇത് പാവലാണേ കണ്ടോ. ഇതുപോലെ നമുക്കിവ പാവൽ നട്ടുപിടിപ്പിക്കാം. പീച്ചിലിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവർ. നമുക്കിത് ഇതിനകത്തൂടെ ഇറക്കി താഴേക്ക് ഇടാം. അപ്പോൾ താഴേക്ക് ഇങ്ങനെ കിടന്നാലേ ഉള്ളൂ നീളം വെക്കത്തുള്ളൂ. അതുപോലെ നമുക്ക് മത്ത വളർത്തി തുടങ്ങാം. ഇത് കണ്ടോ, ഇത് മത്തയുടെ തൈകളാണേ. സാധാരണ ഞാൻ ഇവിടെ മത്ത വളർത്തുമ്പം പന്തലിലോട്ട് കയറ്റി വിടാറാണ് പതിവ്. അപ്പോൾ ചെറിയ മത്തങ്ങയെ ഉണ്ടായി കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഇവരിൽ 2 പേര്, ഇത് 3 ജോഡി ഞാൻ വെച്ചിട്ടുണ്ട്, 2 പേരെങ്കിലും പടരട്ടെ. ഒരാളെ വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ വളഞ്ഞു പോയതാണ്. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ ഈ ഒരു വള്ളിയിലോട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇവരൊരു പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കയറിപ്പോക്കോളും. ഒരാൾ പന്തലയിലും കയറട്ടെ, 2 പേരും നിലത്തൂടെയും പടരട്ടെ. ഏതിനാണ് വലിയ കായകൾ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. മത്തയ്ക്കാണേലും ഇതുപോലെ വരുന്ന സക്കറുകളൊക്കെ നമ്മളിത് മുറിച്ച് കളഞ്ഞോണേ. അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ വളരാൻ അനുവദിക്കുക. മുറിച്ചെടുത്തുകൊണ്ട് പോയി തോരൻ വയ്ക്കുക. അതാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പം വളർത്തി തുടങ്ങാവുന്നതാണ് വെള്ളരി. കണ്ടോ, ഞാൻ ഇവിടെയൊക്കെ കൂടിട്ട് വെച്ചിട്ടുണ്ട്. കായീച്ചകളുടെ ശല്യം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കണ്ടോ ഇതുപോലെ വെള്ളരി ഉണ്ടാകുന്നുണ്ട്. ഇത് കറി വെക്കുന്ന വെള്ളരിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഡിസൈനൊക്കെ പച്ച നിറത്തിൽ അങ്ങനെ വന്നിരിക്കുന്നത്. അതുപോലെ ഇത് ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ. ഇതുപോലെ ചെറുതായിരിക്കുമ്പോഴേ നമുക്ക് നിവർന്ന് വരാൻ വേണ്ടി പേപ്പറിനകത്ത് ഇട്ട് വെക്കാം. കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ നമ്മൾ കൂടിനകത്തേക്ക് ആക്കിയാൽ മതി. ഇവിടെ കണ്ടോ ഒരു പൊട്ടുവെള്ളരി കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിന്നങ്ങ് പറിച്ചെടുക്കാം. പൊട്ടുവെള്ളരി കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. നല്ലതാണോ എന്ന് നോക്കാം. ഇത് വെയിലടിച്ച ഉടനെ ഇത് പൊട്ടുന്നത് നല്ല കളറായി വന്നിട്ടുണ്ട്. നല്ല ഞെക്കിയ ഞെക്കൊക്കെ കൊള്ളുന്നുണ്ട്. നല്ല മണവും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് പാകമാണ്. അതുപോലെ നമുക്കിനി 5-6 ചീരവിത്ത് പാകി വെക്കാവേ. ഇത് ഞാൻ ചകിരിച്ചോറ് നല്ലോണം നനച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ചുവന്ന ചീരയുടെ വിത്തുകളാണേ. ഒരു കുറച്ചെണ്ണ എടുത്തിട്ട് ഞാൻ 5-6 എണ്ണ എടുക്കുന്നുള്ളൂ. 5-6 എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചീരയുടെ വിത്തെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നമ്മൾ എത്ര കുറച്ചെടുത്താലും ഇത് ഇത്ര എണ്ണം വീണിട്ടുണ്ട്. അത്രയും മാത്രം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കണ്ടോ. ഇനി ഒരു ശകലം ചകിരിച്ചോറ് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തൂകിയേക്കാം. എന്നിട്ട് വെള്ളം ഇന്ന് ഞാനിപ്പോൾ തളിക്കുന്നില്ല. ഈ ചകിരിച്ചോറിനകത്ത് നല്ലോണം വെള്ളമയം ഉണ്ട്, അത് മതി. ഈ കയറിപ്പോകുന്ന പടവലത്തൈ കണ്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വളവിട്ട് കൊടുത്ത തൈകളാണ്. ഇതൊരു തൈ. അതുപോലെ ഇത് മറ്റൊരു ചുവടാണ്. ഇതെല്ലാം കണ്ടോ
ഇതേ കൂടെ കയറി തുടങ്ങി. ഞാൻ പിന്നെ ഇവിടെ 2 കുഞ്ഞു തൈ ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഇങ്ങോട്ടൊരു വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്കൂടെ കയറി. അപ്പോൾ നമ്മളിങ്ങനെ വളർന്നു വരുമ്പം അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഉടക്കി കൊടുക്കണം, അവരതിലേക്കൂടെ പിടിച്ച് കയറി പൊക്കോളും. അതുപോലെ നമ്മൾ ഈ സമയത്ത് നട്ടു വളർത്തേണ്ടതാണ് ബീൻസ്. ഇത് കണ്ടോ, ഇത് ബീൻസിൻ്റെ തൈകളാണ്. അപ്പോൾ ഈ ബീൻസിൻ്റെ തൈകൾ കൂടുതലും കായ്കൾ തരുന്നത് മഴയുള്ള സമയത്താണേ. അപ്പോൾ ഇപ്പം നമ്മൾ ഇതുപോലെ നട്ടു വളർത്തുകയാണെങ്കിൽ അടുത്ത മഴയോടുകൂടി പൂക്കളും കായ്കളും ഉണ്ടാകും. ഇത് കണ്ടോ ഒരു വെള്ളരിക്ക. ഇത് ഇങ്ങനെ പന്തലേക്കിടെ കയറിയാലും താഴേക്ക് വെള്ളരിയൊക്കെ ഉണ്ടാകും. അതുപോലെ ഇവിടെ ദേ ഒരു തണ്ണിമത്തൻ്റെ ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുക. ഇനിയിപ്പോൾ അഴിക്കുന്നില്ല, കുറച്ചുകൂടെ വലുതായാൽ ഞാനിത് അഴിച്ചു കാണിക്കാം. നല്ല മഴയാകുന്നതിന് മുന്നേ നട്ടു വളർത്തേണ്ടുന്ന ഒന്നാണ് പയർ. ഇപ്പോൾ ദേ ഇത് കണ്ടോ, ഇതുപോലെ പയറുകൾ കണ്ടോ, ഇഷ്ടം പോലെ പയറുകൾ ഇതുപോലെ ഉണ്ടായി കിട്ടും. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊരു തോരൻ വെക്കാനായിട്ട് കിട്ടും. അതുകൊണ്ട് പയർ നട്ടു വളർത്താൻ ആരും മറന്നു പോകല്ലേ. നമ്മളിതുപോലെ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിച്ചാലും അവരെ വളർന്ന് നമുക്കതിൽ നിന്ന് പ്രയോജനം കിട്ടണമെങ്കിൽ സാധാരണയുള്ള കീടങ്ങളെങ്കിലും നമ്മളുടെ തോട്ടത്തിലെ ചെടികളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും വേപ്പെണ്ണയും സോപ്പും മാത്രം മതി. 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 മില്ലി വേപ്പെണ്ണയും 5 മില്ലി സോപ്പും കൂടെ ചേർത്തിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ അത്യാവശ്യം മെയ് മാസത്തിൽ നട്ടു വളർത്തേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും നേരം കളയാതെ ഓടിപ്പോയി നട്ടുപിടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിക്കൂ. ഇതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.